എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് പച്ചടി. എരിവും മധുരവും പുളിയുമൊക്കെ ചേർന്ന നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയത്, 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ കടുക്, 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇതിനു വേണ്ടി കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആറാൻ വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ, അധികം അരിഞ്ഞു പോകരുത്, അത് വളരെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കടുക് താളിച്ചാൽ മതി. കടുക് താളിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.